നമസ്കാരം, ഞാൻ ഡോക്ടർ ക്രിസ്റ്റ, ഫാദറിലേക്ക് പാലക്കാട്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ 6 ആഴ്ച പ്രായമുള്ളപ്പോൾ മുതൽ ആ കുഞ്ഞിന്റെ പല്ല് രൂപപ്പെടുകയാണ്. അന്ന് മുതൽ അമ്മയുടെ ആരോഗ്യവും അതുപോലെ തന്നെ അമ്മയുടെ ശീലങ്ങളും ആ കുഞ്ഞിന്റെ പല്ലിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു വരികയാണ്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു പല്ല് രൂപപ്പെടുന്നതിന് വേണ്ടി അമ്മമാർ അവരുടെ ഫുഡിൽ പ്രത്യേകമായിട്ട് കാൽസ്യം, വൈറ്റമിൻ ഡി, ഫോളിക് ആസിഡ്, അയൺ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇവ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളമാണ്. വെള്ളം നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നത് ആവശ്യമാണ്. അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി അതേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകമായി നമ്മുടെ ഈ പാലക്കാട് ഫ്ലൂറൈഡ് വെള്ളത്തിൽ ഉള്ളത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. 1 ppm വരെ വെള്ളത്തിൽ ഫ്ലൂറൈഡ് ഉള്ളത് സേഫ് ആണ്. അതിന് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് അമ്മമാർ കുടിക്കുകയും അത് പിന്നീട് കുട്ടി ആയതിനു ശേഷം കുട്ടിയുടെ പല്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്രൗൺ കളർ ലൈൻസോ അതല്ലെങ്കിൽ വൈറ്റ് കളർ ലൈൻസോ ബ്രൗൺ സ്പോട്ട്സോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ തിളക്കമില്ലായ്മയുള്ള പല്ലുകൾ ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിന് ഈ ഒരു അവസ്ഥയുടെ പറയുന്നതാണ് ഡെന്റൽ ഫ്ലോറോസിസ്. ഇത്തരം അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിയുടെ പല്ലിന്റെ സൗന്ദര്യത്തെ ബാധിക്കുകയും കുട്ടിയുടെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പൊ അതിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് 1 ppm കൂടുതലായി കാണുകയാണെങ്കിൽ ഉടനടി നമ്മൾ ആ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ബോട്ടിൽ വാട്ടറോ അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്നതാണ്. ഇനി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പ്രത്യേകമായി കാത്തിരിക്കുക. ഫാദറിലേക്ക് വെരി മൈ മാറ്റേഴ്സ്.